തെരുവു നായ്ക്കൾക്കെതിരെയുള്ള നടപടിക്ക് തടസ്സം വാക്സിൻ ലോബി എന്ന് ബിജു പ്രഭാകർ IAS ഇന്ന് പറയുകയുണ്ടായി. ആന്റി റാബിസ് വാക്സിൻ ലോബി കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട്. കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി എന്ന തരത്തിലാണ് ABC നിയമമെന്നും ബിജു പ്രഭാകർ പറഞ്ഞു. തെരുവുനായ ശല്യത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധത്തിലാണ് പ്രതികരണം. സുനിഷ അയ്യല്ലൂർ നൽകും. സുനിഷ, നാടൊട്ടാകെ ഇങ്ങനെ തെരുവുനായ ആക്രമണം രൂക്ഷമാകുമ്പോൾ തലസ്ഥാനത്ത് ഇന്ന് പ്രതിഷേധവും നടന്നിട്ടുണ്ട്. ഇതിൽ ബിജു പ്രഭാകർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ കേന്ദ്ര ചട്ടങ്ങളെക്കുറിച്ച് തന്നെയാണോ ഇപ്പോഴും പറയുന്നത്? ഉറപ്പായിട്ടും റോഷ്നി, ഈ പറഞ്ഞതുപോലെ തെരുവുനായ ആക്രമണം എല്ലാ ദിവസവും ഇങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. നമ്മൾ തന്നെ പല കുറി പറഞ്ഞതാണ്. സംസ്ഥാനത്തൊട്ടാകെ പല ഭാഗങ്ങളിൽ ഇങ്ങനെ തെരുവുനായ മനുഷ്യരെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി തന്നെ പറഞ്ഞിരുന്നത് ഈ ABC ചട്ടങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങൾ. അതിനിടയിൽ ഈ ദില്ലിയിലെ നായകളെ ഷെൽട്ടർ ഹോമിലേക്ക് മാറ്റുക എന്നുള്ളൊരു ആവശ്യം പറഞ്ഞിരുന്നു. പക്ഷേ ആ ആവശ്യത്തിനെതിരെ, ആ ഉത്തരവിനെതിരെ തന്നെ ഹർജി പോയിരിക്കുകയാണ് നിലവിൽ എന്നുള്ളതാണ് അതിലേറെ പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്തരത്തിൽ ഷെൽട്ടറിലേക്ക് മാറ്റുന്നത് അത് പ്രായോഗികമല്ല, അത് നായകളോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുറെ മൃഗസ്നേഹികളായ ആളുകൾ ഹർജി നൽകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ബിജു പ്രഭാകർ IAS ഇത്തരത്തിലൊരു കാര്യം പറയുന്നത്. നേരത്തെ തന്നെ അദ്ദേഹം പലകുറി തെരുവുനായയുടെ വിഷയത്തിൽ പ്രതികരണം നടത്തിയ ആളാണ് എന്നുള്ളത് തന്നെയാണ്. അതിൽ പറയുന്നത് ഈ വാക്സിൻ മാഫിയ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഈ വന്ധ്യംകരണം നടത്തിയ നായകൾ കടിക്കാനുള്ള സാധ്യത അത് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും വന്ധ്യംകരണം നടത്തിയ നായകളും കടിക്കും. പക്ഷേ ഈ വാക്സിൻ മാഫിയ അത് രാജ്യത്തൊട്ടാകെ കേരളത്തിലടക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ ആവശ്യമാണ് ഈ നായകളെ വന്ധ്യംകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ നായകളെ പൂർണ്ണമായും ഒഴിവാക്കാതിരിക്കാൻ. അത്തരത്തിലുള്ള ആവശ്യം അത് ഈ മാഫിയകളുടെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരം മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ ABC നിയമങ്ങൾ അത് കുട്ടിയെ കുളിപ്പിച്ച് കുട്ടിയെ ഇല്ലാതാക്കുന്നു എന്ന തരത്തിലേക്ക് മാറുന്നു എന്നത് തന്നെയാണ് പറയുന്നത്. തീർച്ചയായും അതേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളടക്കം സുപ്രീം കോടതി വരെ മൃഗസ്നേഹികളെക്കുറിച്ചും ഈ ചട്ടങ്ങളെക്കുറിച്ചും ഒക്കെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ബിജു പ്രഭാകർ പറയുന്നതും കുളിപ്പിച്ച് കൊച്ചിനെ ഇല്ലാതാക്കി എന്ന തരത്തിലാണ് ABC നിയമമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി.